ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 86. സ്തവ്യസ്തവ പ്രിയ സ്തോത്രം സ്തുതിസ്തോതാരണപ്രിയ പൂർണ്ണപൂരയിത പുണ്യ പുണ്യകീർത്തിരനാമയ. ഹരി ഓം. ഹരി ഓം. 679 നാമം സ്തവ്യ, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ സ്തവ്യ. 680 നാമം സ്തവപ്രിയ, ശുദ്ധമായ ഭക്തിയോടെ ഹൃദയശുദ്ധിയോടെ ഭക്തന്മാർ ചെയ്യുന്ന ആ ഒരു സ്തോത്ര ആലാപനത്തിലൊക്കെ പ്രിയമുള്ളവൻ, സന്തോഷമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് സ്തവപ്രിയ. 681 നാമം സ്തോത്രം, ഭഗവാന്റെ ഗുണസങ്കീർത്തനം. അത് ഭഗവത് ഗുണസങ്കീർത്തനാത്മകമായ സ്തോത്രവും ഭഗവന്മയം തന്നെയാണ് എന്നാണ്. അത് ഭഗവാൻ തന്നെയാണ് എന്നതിനാൽ ഭഗവാന് സ്തോത്രം എന്ന നാമം. 682 നാമം സ്തുതിഹി, ഭക്തന്മാരാൽ നാനാവിധത്തിൽ സ്തുതിക്കപ്പെടുന്നവൻ. അത് എന്താണ്? നാമാർച്ചനയാകാം, അതല്ലെങ്കിൽ പൂജാവിധികളോടെ ഭഗവാനെ പൂജിക്കാറുണ്ട്. ഇതുപോലെ സ്തോത്ര ആലാപനത്തിലൂടെ പൂജിക്കാറുണ്ട്. സ്വാധ്യായം ചെയ്ത് ഭഗവാനെ സ്തുതിക്കാറുണ്ട്. ഇങ്ങനെ ഏത് വിധത്തിലുള്ള സ്തുതികളാലും ആരാധിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ സ്തുതിഹി. 683 നാമം സ്തോത, സ്തുതിയെ ചെയ്യുന്ന ഭക്തൻ. ആ ഭക്തനും ഭഗവാനും തമ്മിൽ ഒരു ഭേദമില്ല, രണ്ടും ഒന്നു തന്നെ എന്നതിനാൽ ആ ഭക്തൻ ഭഗവാനാകുന്ന സ്തുതിയെ ചെയ്യുന്ന ഭക്തനും ഭഗവന്മയമാകുന്നു. അതാണ് സ്തോത. 684 നാമം രണപ്രിയ, ലോകരക്ഷയ്ക്ക് വേണ്ടി ധർമ്മരക്ഷാർത്ഥം എല്ലാ സമയവും സുദർശനം, ശംഖ്, ഗദ, വില്ല്, വാൾ ഇങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നതിനാൽ എപ്പോഴും യുദ്ധപ്രിയൻ എന്നർത്ഥം. ഇവിടെ യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹമല്ല കേട്ടോ, ധർമ്മം നിലനിന്നു കാണണം എന്നതിനാൽ രണപ്രിയ, യുദ്ധപ്രിയ. 685 നാമം പൂർണ്ണ, എല്ലാ അർത്ഥത്തിലും ഭഗവാൻ എന്താണ്? പൂർണ്ണനാണ്. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനാണ് ഭഗവാൻ. ഈ ഭഗവാൻ എന്ത് സങ്കല്പവും സാധ്യമാക്കാൻ ഒരു നിമിഷം പോലും വേണ്ട എന്നതാണ്. എന്നാലും ഇങ്ങനെ എങ്ങനെ എടുത്താലും ഭഗവാൻ പൂർണ്ണനാണ്. 686 നാമം പൂരയിത, സ്വയം ഭഗവാൻ പൂർണ്ണനാണ് എന്നതിനാൽ തന്നെ സമീപിക്കുന്നവർക്ക്, ഭക്തിയോടെ സമീപിക്കുന്നവർക്ക് അവർക്ക് ആവശ്യമുള്ള സമൃദ്ധിയെ കൊടുക്കാൻ സാധിക്കുന്നവൻ, അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും പൂരണം ചെയ്യാൻ സാധിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പൂരയിത. 687 നാമം പുണ്യ, കേവലം സ്മരണ മാത്രം കൊണ്ട് സർവപാപങ്ങളെയും നശിപ്പിച്ചു കളയുന്നവൻ എന്ന അർത്ഥത്തിൽ പുണ്യ. 688 നാമം പുണ്യകീർത്തി, പുണ്യമായ കീർത്തിയോട് കൂടിയവൻ. ഏതൊരു ഭഗവാന്റെ ആ പുണ്യകഥകളാണോ ഭക്തന്മാർ കേട്ട് ആസ്വദിക്കുന്നത്, അങ്ങനെ എല്ലാവരാലും എല്ലാ കാലത്തും കേട്ട് ആസ്വദിച്ച് അങ്ങനെ കീർത്തിമത്തായിരിക്കുന്ന, പ്രശസ്തനായിരിക്കുന്നവൻ, താൻ ചെയ്ത പുണ്യപ്രവൃത്തി കൊണ്ട് കീർത്തിമാനായവൻ പുണ്യകീർത്തി. 689 നാമം അനാമയ, യാതൊരു വിധത്തിലുള്ള ആമയങ്ങളും ഇല്ലാത്തവൻ. ആമയം എന്നാൽ ദുഃഖം, ആകുലതകൾ എന്നാണ്. ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിൽ നമ്മുടെ മനസ്സിൻ്റെ രാഗദ്വേഷാദികൾ അതൊരു വിധത്തിലുള്ള ആമയമാണ്, ദുഃഖമാണ്. ഇനി ബാഹ്യമായിട്ടുള്ള ശരീരത്തിന് വരുന്ന ജ്വരം, മറ്റുള്ള അസുഖങ്ങൾ, അതും ആമയങ്ങളാണ്. ഇവ രണ്ടുമില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ അനാമയ. ഹരി ഓം.